ഇന്നലത്തെ ബഹളം കണ്ടപ്പോൾ ശരിക്കും അച്ഛൻ്റെ കയ്യിൽ ഇവള് പോയില്ലെന്നാണ് കരുതിയത്. കാരണം അവിടെ ആരുടെ കയ്യിലും പോകുന്നില്ല. ഇവിടെ വന്നിട്ട് പിന്നെ കുഞ്ഞൻ്റെ കയ്യിലും പോകാത്ത രീതിയിൽ ബഹളമായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് താഴോട്ട് ഇറങ്ങാതെ. പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കയ്യിലും പോയി, ഇവിടെ കുഞ്ഞിൻ്റെ കയ്യിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഇതാ ഞാൻ കുറച്ച് പഴങ്കഞ്ഞിയാട്ടോ കുടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴങ്കഞ്ഞി കുടിക്കാൻ. അപ്പോൾ വയറ് നല്ല തണുവായിരിക്കും. അങ്ങനെ ഇതാ ഋതുവിന് പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ രാവിലത്തെ ഒന്നും കാര്യങ്ങളൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തില്ല. പിന്നെ വൈകിട്ടാട്ടോ എടുത്തത്. നമുക്ക് പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി. സാമ്പാറിന് വേണ്ടുന്ന കഷ്ണങ്ങളായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഉരുളൻകിഴങ്ങും തക്കാളിയും അങ്ങനെയുള്ള സാധനം ഉള്ളിയൊക്കെ കൂടെ ഇടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ പെട്ടെന്നൊന്ന് കട്ട് ചെയ്തു, അടുപ്പത്താക്കി. പിന്നെ ഇതാ ദോശമാവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ. അങ്ങനെ ദോശയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. ഇവിടെ നല്ല തകർത്ത് മഴ നടക്കാണ്. ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തതൊന്നും അല്ല കേട്ടോ. ഞാൻ ഷോർട്സ് ഇടാൻ കുറച്ച് വൈകിപ്പോയെന്ന് മാത്രം. അങ്ങനെ ഇതാ കുറച്ച് മല്ലിയില ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഋതുവിന് രാത്രിയിൽ ഇനി ഏത്തയ്ക്ക പുഴുങ്ങിയത് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അവൾക്കുള്ളത് അടുപ്പത്തോട്ട് ആക്കിയിട്ടുണ്ട്. ആളെ ഞാൻ കുളിപ്പിച്ച് കുട്ടപ്പിയാക്കി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ആൾ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ആൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ സാമ്പാറിനുള്ളതും കൂടെ കടുവൊക്കെ വറുത്ത് അതും കൂടെ ഒഴിച്ച് അങ്ങോട്ട് കലക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സാമ്പാർ ആയപ്പോഴത്തേക്ക് ആദ്യം തന്നെ എന്താ കുഞ്ഞിനും അച്ഛനും കൂടെ കഴിക്കാൻ വേണ്ടി കൊടുത്തു. ഋതുവിന് പിന്നെ ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞ് ആളെ ഒന്ന് സമാധാനിപ്പിച്ചിരുത്തിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ കഴിക്കാതിരുന്നത്.